ആത്തുഘോഷിച്ചിടുവാൻ അറിഞ്ഞവൻ തന്റെ വാർത്ത എനിക്ക് പാടും ഞാൻ. പരമേശനു സതതം എന്റെ പാപമെല്ലാം പോക്കിയവർ പാടും ഞാൻ. പരമേശനു സതതം പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്ഥാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്ഥാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിൽ കാവ്യാലെ പാടും ഞാൻ. പരമേശനു സതതം എന്റെ പാവമെല്ലാം പോക്കിയവർ പാടും ഞാൻ. പരമേശനു സതതം ആർക്കുമേവാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുമേവാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. പാർത്ഥിവനൻ ദുരിതങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥനകൾ, പാർത്ഥവനൻ ദുരിതങ്ങൾ ഓർത്തവൻ പ്രാർത്ഥനകൾ, തീർത്തവനൻ ദുരിതങ്ങൾ അഗ്രത്തിനാവിയാലെ പാടും ഞാൻ. പരമേ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ ബന്ധനവും അറിയിക്കുന്നു. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് പിന്നെയും ഒരു ബുധനാഴ്ച ദൈവസ്ഥലിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കിയല്ലോ. അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ കർത്താവിന് സല്ലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ദൈവസ്ഥലിലേക്ക് കടന്നു വരാമല്ലോ. കർത്താവ് നിങ്ങളെല്ലാവരെയും അതിശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്, ഒരു അധ്യായമാണ്. 6-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിനകത്ത് ഓരോ വാക്യത്തിനകത്തും 1000 ദൂതുകൾ അടങ്ങിയിരിക്കുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 8-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ജലപ്രളയത്തിൻ്റെ കാരണം ലോത്തിൻ്റെ ദുഷ്ടത എന്ന് അവിടെ കാണുന്നു. എന്നാൽ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നാൽ 14-ാമത്തെ വാക്യം മുതൽ നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, പെട്ടകത്തെക്കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ ഇതിനെ 3 പാർട്ടായിട്ട് ഈ പുസ്തകത്തെ തിരിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടം, ദൈവം നോഹയെ തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ നോഹയിൽ ഏൽപ്പിച്ചു. നോഹ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാൻ ആ കാലഘട്ടത്തിൽ നിയോഗത്തോടെ പുറത്തിറങ്ങി. ദൈവകുഞ്ഞെ എല്ലായ്പ്പോഴും അനുഗ്രഹത്തിൻ്റെ ദൂതുകൾ പറയുവാൻ വേണ്ടി അല്ല ദൈവം നമ്മെ അഭിഷേകം ചെയ്തത്. ആ കാലഘട്ടത്തിനകത്ത് നോഹയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ന്യായവിധിയുടെ ദൂത, മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് നോഹ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ, ന്യായവിധിയുടെ ആലോചനകൾ അറിയിച്ചപ്പോൾ ജനം ആമേനെല്ലാം നോഹയ്ക്ക് വിരോധമായി തിരിഞ്ഞു. തൻ്റെ കുടുംബത്തിന് വിരോധമായി, തൻ്റെ തലമുറയ്ക്ക് വിരോധമായി തിരിഞ്ഞു. പക്ഷെ അവിടെയെല്ലാം നോഹ വിളിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ദൈവമഹത്വത്തിൻ്റെയും ദൈവിക നിയോഗത്തിൻ്റെയും ശുശ്രൂഷ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, പിതാക്കന്മാരെ, മാതാക്കന്മാരെ, ആമേ, ഒരു കൃപ നിന്റെ മേൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിൽക്കണം. കൃപയ്ക്കകത്ത്, ഒരിക്കലും കൃപയ്ക്ക് പുറത്തു പോകാൻ ആഗ്രഹിക്കരുത്. കൃപയ്ക്കകത്ത് ദൈവം പറയുന്നത് പറയുവാൻ, ദൈവം എന്താണോ നമ്മുടെ നാവിൽ തരുന്നത് അത് പ്രസ്താവിപ്പാൻ ഈ നാഴികയിൽ ഒരു തീരുമാനത്തോടെ വരാം. അതാ ഇവിടെ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. 8-ാമത്തെ വാക്യം, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൃപ ലഭിച്ച നോഹ
അടങ്ങിയിരിക്കത്തില്ല. ആമേൻ. എപ്പോഴും കൃപയ്ക്ക് അതിൻ്റെതായ മഹത്വമുണ്ട് കേട്ടോ. വെറുതെ എന്ന് ഒരു മനുഷ്യന് ദൈവം കൃപ കൊടുക്കത്തില്ല. ആമേൻ. യെഹെസ്കേലിന് കൃപ കൊടുത്തത് എന്തിനാ? ആമേൻ. ഒരു ജനത കിടപ്പുണ്ട്, ഇസ്രായേൽ ജനം. അസ്ഥിക്കൂമ്പാരമായി കിടക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി അവരെ വിടുവിപ്പാൻ, അവർക്ക് ദൂത് കൊടുക്കുവാൻ, അവരെ പുറത്തു കൊണ്ടുവരുവാൻ ആ കാലഘട്ടത്തിൽ യെഹെസ്കേലിനെ ദൈവം തിരഞ്ഞെടുത്തു. യെഹെസ്കേലിൻ്റെ മേൽ വന്ന ദൈവകൃപ എന്ന് പറഞ്ഞ് ചെറുതല്ല, അതിശക്തമായ ഒരു കൃപ. മരിച്ചതിനെ ഉയർപ്പിപ്പാൻ, ചലനമറ്റതിനെ ചലിപ്പിക്കാനുള്ള ഒരു കൃപ യെഹെസ്കേലിൻ്റെ മേൽ ദൈവം ആ കാലഘട്ടത്തിൽ കൊടുത്തു. കാരണം ആ കൃപയ്ക്കകത്ത് യെഹെസ്കേൽ നിന്നപ്പോൾ യെഹെസ്കേലിൽ കൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കൃപയ്ക്കകത്ത് നീ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കൃപയ്ക്കകത്ത് നിൽക്കുമ്പോൾ പ്രതിസന്ധികൾ ഏറും, പ്രതികൂലങ്ങൾ ഏറി വരും. ആമേൻ. അതിനകത്തും വിശ്വസ്തയോടെ നിൽക്കാൻ ഈ തലമുറയിൽ ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ഇന്ന് പകൽക്കാലം നിന്നെ കാണാൻ കഴിയും. കാരണം ആ കൃപയുടെ അകത്താ നീ ആയിരിക്കുന്നേ, ആ കൃപയുടെ അകത്തളങ്ങളിലാണ് നീ ആയിരിക്കുന്നേ. അതിനകത്ത് ദൈവം നിന്നെ സംരക്ഷിക്കും, ദൈവം നിന്നെ സൂക്ഷിക്കും. ദൈവത്തിൻ്റെ കൃപയുടെ ആ മറവിനകത്ത് ദൈവം നിന്നെ മറയ്ക്കും. അതാ ദൈവത്തിൻ്റെ പ്ലാന്. ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ, ദൈവം നിന്നെ വിളിച്ച് കർത്താവിൻ്റെ പൊന്ന് കൃപ നിന്നെ ഏൽപ്പിച്ചെങ്കിൽ ആ കൃപയുടെ മറവിൽ നീ നിൽക്ക്. വരുന്ന നാൾക്കളിൽ ഒരു ജനതയെ വാർത്തെടുക്കുവാൻ, ഒരു ജനതയെ പുറത്തെടുക്കുവാൻ, ഒരു പട്ടണത്തെ പുറത്തെടുക്കുവാൻ കർത്താവ് നിന്നെ ആ കൃപയിൽ കൂടെ നിന്നെ മുമ്പിൽ കൊണ്ടുവരുന്ന ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതാണ് വചനം പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി. അതെന്താ? ബലഹീനതയെ തികഞ്ഞു വരുന്ന ആ ദൈവകൃപ. ഇന്ന് പകലിൽ ആ ബലഹീനതയായിരിക്കുന്ന അതിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവകൃപയുണ്ട് കേട്ടോ. ആ കൃപയുടെ മറവിൽ ഇന്ന് പകൽക്കാലമായിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകമെന്ന കൃപ, അതാർക്കും അതിനെ പുറത്തെടുക്കാൻ കഴിയത്തില്ല. കാരണം അതിനകത്ത് നിന്നതുകൊണ്ട് നിന്നെ തമ്പുരാൻ അനുഗ്രഹിക്കാൻ പോകുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആമേൻ ആനയിക്കപ്പെട്ട് ദൈവകൃപയിൽ മുമ്പിലോട്ട് വരുന്ന ദൈവകുഞ്ഞെ, നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിലുണ്ട്. ആമേൻ. അതാണ് ആ കൃപയുടെ മഹത്വം എന്ന് പറയുന്നത്. ആ കൃപയ്ക്കകത്ത് നിൽക്ക്. ആമേൻ. കൃപയ്ക്കകത്ത് നിന്ന ഏലിയാവിനെ ദൈവം ആഹാബിൻ്റെ മുമ്പിൽ നിർത്തി അവനെ അതിനകത്ത് നിന്ന് സകല ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അരുളപ്പാടുകളും അറിയിപ്പാൻ ഹല്ലേലൂയ ഏലിയാവിനെ കർത്താവ് ആ കാലങ്ങളിൽ ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ ആരോടൊക്കെ ദൈവാത്മ പറയുന്നു? നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ. പിന്നെ കൃപ ലഭിച്ചൊരു കാര്യമുണ്ട്. അവൻ ഏത് പട്ടണത്തിനകത്ത് കാലൂന്നിയാലും, ഏത് ഭവനത്തിനകത്ത്, ഏത് സഭയ്ക്കകത്ത് കൃപ ലഭിച്ചവൻ ഇറങ്ങിച്ചെന്നാലും അതിനകത്ത് നിന്നുകൊണ്ട് ആമേൻ പറയുന്ന സകല ആമേൻ ആലോചനകൾക്കും നിവർത്തീകരണം കാണുവാൻ കഴിയും. ദൈവകുഞ്ഞ്, ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിന്നോട് ചില അരുളപ്പാടുകൾ അറിയിപ്പാനുണ്ട്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആമേൻ ചില ഉണങ്ങിയ അസ്ഥികളെ പുറത്തെടുക്കുവാൻ ഈ കൃപ നിനക്ക് ആവശ്യമാണ്. ആമേൻ. ചില മരണഭാഷങ്ങൾ ചുറ്റിക്കിടക്കുന്നതിനെ പുറത്തെടുക്കുവാൻ ഈ കൃപ ആവശ്യമാണ്. ഈ കൃപയിൽ നീ നിൽക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. അതെവിടെ വായിച്ചത്? എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ദൈവത്തിൻ്റെ അരുളപ്പാട് കർത്താവിൻ്റെ ദാസനായ നോഹയ്ക്ക് പലപ്പോഴും ലഭിച്ചു. ആ അരുളപ്പാടിൽ അവൻ നിന്നപ്പോൾ ദൈവം അവനെ മാനിപ്പാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മാനിക്കാൻ കഴിയണമെങ്കിൽ നീ അതിനകത്ത് നിൽക്കണം. കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ആ കൃപയുടെ മറവിൽ നിന്നുകൊണ്ട് ദൈവനാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. കർത്താവിനെ ക്രൂശിൻ്റെ മറവിൽ ഞങ്ങൾ നിർത്തണമേ അപ്പ. പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.